grace of God, God through evangelist Shaji Joseph. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിലേക്ക് സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനവുമായി കടന്നു വരിക. സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയരെ, ദൈവരാജ്യത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ദൈവജനം ഭൂമിയിൽ ദൈവ ഇഷ്ടം ചെയ്യുവാൻ ഉതകത്തക്ക രീതിയിൽ ദൈവവചനം പഠിക്കുവാനുള്ള ഒരു പ്രോഗ്രാമാണിത്. ഇപ്പോൾ നിങ്ങളായിരിക്കുന്നവർ ദൈവവചനവും നോട്ട് പുസ്തകവും പേനയും എടുത്ത് ഈ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുകയും ഞങ്ങൾ പറയുന്നത് അങ്ങനെ തന്നെയോ എന്ന് ബെരോവയിലുള്ളവരെ പോലെ ശോധന ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. വളരെ ഉത്തരവാദിത്വത്തോടെ ഗൗരവമായി ഈ പ്രോഗ്രാമിനെ കാണുകയും നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതമാണിത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ജീവിതം ദൈവസന്നിധിയിൽ എത്തുവാൻ തക്കവണ്ണം ഈ പ്രോഗ്രാം, ഇതിലെ വചനങ്ങൾ നിങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് അതിനുവേണ്ടി ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. തുടർന്ന് ദൈവരാജ്യത്തെ സംബന്ധിച്ച് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതായ ചോദ്യങ്ങൾ കർത്താദാസൻ പ്രിയ ഷാജി സുന്ദരൻ നമ്മളോട് കൂടെ ഇന്ന് സ്റ്റുഡിയോയിലുണ്ട്. പ്രിയ ദേവദാസൻ ചോദിക്കുന്നതായിരിക്കും. നമുക്ക് ശ്രദ്ധയോടെ ഇന്ന് കർത്താദാസനെ ജനത്തിന്റെ ഏത് ചോദ്യം ചോദിക്കുവാനാണെന്ന് ആഗ്രഹിക്കുന്നത്? കഴിഞ്ഞ എപ്പിസോഡിൽ നാം മനസ്സിലാക്കി ദൈവരാജ്യം പുളിച്ച മാവിനോട് സാദൃശ്യമെന്ന് നാം മനസ്സിലാക്കി. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ അടക്കി വെച്ച് 3 പറ മാവും പുളിച്ചു വരുവോളം അത് അടക്കി വെച്ചു. ആ പുളിച്ച ദൈവരാജ്യം ഇങ്ങനെ ആ മാവിനെ പോലെ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കി. എന്നാൽ ആ 3 പറ മാവ് ഇപ്രകാരം നമ്മൾ കഴിഞ്ഞ ആഴ്ച കർത്താവിന്റെ ദാസന് കൂടെ ഇപ്രകാരം മനസ്സിലാക്കി. 3 പറ മാവ് ദേഹം, ദേഹി, ആത്മാവ്, ആ 3 ഭാഗങ്ങളെയും ആ 3 പറ മാവ് കാണിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കി. അത് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക പുതിയൊരു അറിവായിരുന്നു. അതുപോലെ കേട്ട ജനത്തിൻ്റെ ജീവിതത്തിലും വളരെ ഒരു പുതിയൊരു അറിവായിരുന്നു ആ കാര്യം. അപ്പോൾ ജനത്തിന് ഇപ്പോൾ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവദാസൻ വചനാടിസ്ഥാനത്തിൽ പറയാറുണ്ട്, നാം ഏതൊരു കാര്യവും വചനാടിസ്ഥാനത്തിൽ മാത്രമേ ഉറപ്പാക്കാൻ നമുക്ക് സാധ്യമാകൂ. അതെ. അപ്പോൾ ഈ കാര്യം, ഈ ദേഹം, ദേഹി, ആത്മാവ് എന്ന ഈ 3 പാർട്ട്, ഈ 3 പറ മാവിനോട് സാദൃശ്യമാണെന്ന് കർത്താവദാസൻ പറഞ്ഞു. ഇതിനെങ്ങനെ നമുക്ക് വചനാടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും? പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, 2 or 3 പേരുടെ സാക്ഷ്യമൊഴിയിൽ ഏതൊരു കാര്യവും ഉറപ്പാക്കാം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാക്കണമെങ്കിൽ കുറഞ്ഞത് 2 വചനമെങ്കിലും വേണം. അപ്പോൾ നിങ്ങൾ ചോദിക്കുക അതിന് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ മുമ്പേ കേട്ടതുപോലെ യേശയ്യാ 4:16 പറയുന്നു, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുവിൻ, അതിലൊന്നും ഈണ ഇല്ലാതെ ഇരിക്കയില്ല. അതെ. അപ്പോൾ നാം യഹോവയുടെ പുസ്തകത്തിൽ, അതായത് നമ്മുടെ മുൻപിലുള്ള ഈ തിരുവചന പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കിയാൽ പ്രിയരെ ഇതിനെല്ലാം ഉത്തരമുണ്ട്. പക്ഷെ ബുദ്ധിയിലല്ല വായിക്കേണ്ടത്, ദൈവത്തിന്റെ ആത്മാവിൽ വായിക്കണം. കാരണം ഏകദേശം 1600 വർഷങ്ങൾ കൊണ്ട് 40ഓളം എഴുത്തുകാർ ചേർന്ന് പരസ്പരം കണ്ടിട്ടില്ലാത്തവർ മിക്കവരും ചേർന്ന് എഴുതിയിട്ടുള്ളതാണെങ്കിലും ഇതിന്റെ പുറകിലുള്ള എഴുത്തുകാരൻ പരിശുദ്ധാത്മാവാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് എഴുതിയ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് വായിക്കുന്നതാണ് ദൈവം യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ച അർത്ഥം എന്തെന്ന് മനസ്സിലാക്കുവാൻ ഏറ്റവും നല്ലത്. ഇപ്പോ കർത്താവിന്റെ ആത്മാവ് എന്നിലൂടെ എഴുതിച്ച ഒരു പുസ്തകമുണ്ട്, ആത്മലോകവും ആത്മീയ വളർച്ചയും. ഒരുപക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ട് കാണും. ഈ പുസ്തകത്തിൽ എന്തെങ്കിലും ഒരു സംശയം വന്നാൽ അത് എന്നോട് ചോദിച്ച് എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ശരിയല്ലേ? അത് മറ്റെവിടെയെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റ് വരാൻ എളുപ്പമുണ്ട്. കൃപയാൽ ആത്മലോകോ ആത്മീയ വളർച്ച എന്നുള്ള പുസ്തകം ദൈവത്തിന്റെ കൃപയാൽ മാത്രം ആദ്യം പ്രിന്റ് ചെയ്ത പുസ്തകങ്ങളെല്ലാം പെട്ടെന്ന് അങ്ങ് തീർന്നുപോയി. രണ്ടാമത് അതിന്റെ സെക്കൻഡ് വോളിയം പ്രിന്റ് ചെയ്യുവാൻ, അപ്പോൾ ആദ്യത്തേൽ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചും കൂടി പരിഷ്കരിച്ച്, കുറച്ചും കൂടി നല്ല രീതിയിൽ കൂടുതൽ റെവലേഷനോട് ചേർത്താണ് രണ്ടാമത്തെ എഡിഷൻ ഇറക്കിയത്. അപ്പോൾ ഈ രണ്ടാമത്തെ എഡിഷൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ദൈവവേദനാണ് അത് ചെയ്തത്. അത് എഡിറ്റ് ചെയ്ത സമയത്ത് ഒരു ഭാഗത്തൊരു സംശയം വന്നു.
എന്നെ വിളിച്ചു ചോദിക്കുന്നതിന് ഇന്റർനാഷണൽ പൈസ ആവുമല്ലോ എന്ന് വിചാരിച്ച് തൻ്റെ പരിചയത്തിലുള്ള ഒരു നല്ല ദൈവദാസനോട്, ദേവദാസ ഈ കാര്യം എങ്ങനെയാ, ഇതിങ്ങനെയാണോ അതോ അങ്ങനെയാണോ എന്നൊരു സംശയം ചോദിച്ചു. ആ ദേവദാസൻ അത് പറഞ്ഞു കൊടുത്തു. അത് പറഞ്ഞു കൊടുത്തതുപോലെ ആ പുസ്തകത്തിൽ അച്ചടിച്ചു. അത് എഴുതി വന്നു. ഞാൻ ആ പ്രൂഫ് വായിച്ചപ്പോഴാണ് ഞാൻ കാണുന്നത്, ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ ഇവിടെ വന്നു? ഞാൻ തന്ന പ്രിന്റ് കാണട്ടെ. അപ്പം ഞാൻ തന്ന പ്രിന്റിൽ ഉള്ളത് കറക്റ്റാ, പക്ഷേ അദ്ദേഹം മറ്റൊരു വ്യക്തിയോട് ചോദിച്ചെഴുതിയപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആയി. അതെ. അപ്പോൾ നമ്മൾ ദൈവവചനം എപ്പോൾ വായിച്ചാലും എപ്പോൾ വായിക്കാനെടുത്താലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവെ അങ്ങ് ഇതിൽ ആഗ്രഹിച്ച കാര്യം എന്താണ് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണമേ. അല്ല എങ്കിൽ ഇങ്ങനെയുള്ള അബ്ദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പറ്റും. തെറ്റായ അറിവ് നമ്മുടെ അകത്ത് കയറിയാൽ വലിയ അപകടമാ. അത് നമ്മളെ തെറ്റായ ഡയറക്ഷനിൽ കൊണ്ടുപോകും. തെറ്റായ ഡയറക്ഷനിൽ പോയാൽ പ്രിയരെ ചിന്തിക്കരുത് നാം ദൈവരാജ്യത്തിലെത്തുമെന്ന്. ദൈവരാജ്യത്തിലേക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയാണ് യേശു. ആ വഴിയാണ് യേശു. ആ വഴിയെന്ന് തോന്നിപ്പിക്കുന്ന പല വഴികളും ഇന്ന് ലോകത്തിൽ ഉണ്ട്. അതിൽ ചവിട്ടരുത്. ഞാൻ നിങ്ങളുടെ മുൻപിൽ നിങ്ങൾ എൻ്റെ പാത പിന്തുടരുവാൻ നല്ലൊരു മാതൃക വച്ചു പോയിരിക്കുന്നു. നിങ്ങൾ എൻ്റെ മാതൃക തന്നെ പിന്തുടരുക. ഈ ആരും കയറാത്ത പർവ്വതം, ആ പർവ്വതത്തിലാണ് യേശു കയറിയത്. ദൈവവചനം പറയുന്നു, ആദ്യഫലമായി യേശു ക്രിസ്തു, ആദ്യഫലമായി യേശു ക്രിസ്തു എടുക്കപ്പെട്ടു. ആദ്യഫലം എന്ന് പറയുമ്പോൾ തന്നെ അതിന് അർത്ഥമുണ്ട്, പുറകെ വേറെ കുറെ ഫലം വരുന്നുണ്ട്. മനസ്സിലായോ? ആ ഫലത്തിൽ ഞാനും നിങ്ങളും പെടണം. അപ്പൊ ആദ്യഫലം, ഇതുവരെ ആരും കയറാത്തൊരു പർവ്വതം ആദ്യഫലമായി ഒരുത്തിന് എടുക്കപ്പെട്ടു. പലരും കയറാൻ നോക്കി നടന്നിട്ടില്ല. അവിടെ കയറി ചെന്നതിന് ശേഷം ആ യേശു ക്രിസ്തു ഇവനറിയാൻ പോയ വഴി ഏതാണെന്ന്. യേശു പറയാ, ഇനി ഞാൻ പോയ വഴി കൂടി ഇങ്ങ് വന്നാൽ മതി, ഞാനാ വഴി. അതെ. എന്നിട്ട് ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഒരു കയറ്, നല്ല നീളമുള്ള ഒരു കയറ് ഭൂമിയിലേക്ക് എറിയുക. എന്നിട്ട് പറയുക, ഈ അറ്റം മക്കളെ ഞാൻ പിടിച്ചിട്ടുണ്ട്, മറ്റേ അറ്റത്ത് പിടിച്ച് കയറിക്കോ എന്ന് പറഞ്ഞ ആ എറിഞ്ഞ കയറിന്റെ പേര് പരിശുദ്ധാത്മാവ്. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ മറ്റേ അറ്റം പിടിച്ചിരിക്കുന്ന യേശുവാ. ഇന്ന് യേശു പറയാ, പിടിച്ചോ മക്കളെ, ഞാൻ അറ്റം പിടിച്ചിരിക്കുന്നത്, കേറിപ്പോര്. എന്തൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും ദുഃഖം ഉണ്ടെങ്കിലും കേറിപ്പോര്. അതിനൊന്നും നിന്നെ കീഴടക്കാൻ പറ്റത്തില്ല. ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങിയതാ, നീ എന്റേതാ, കേറിപ്പോര്. അപ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നാം ജീവിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ പ്രിയരെ. തിരുവചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് എന്താണോ വേണ്ടത് അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാത്തതൊക്കെ റോങ് ഡയറക്ഷനാണ്. അനേക കയറുകൾ ഇട്ടിട്ടുണ്ട്. ഈ കയറൊക്കെ പിടിച്ചാൽ യേശുവിൻ്റെ അടുക്കൽ എത്തത്തില്ല. ഈ കയറ് പോയിക്കൊണ്ടിരുന്നാൽ ഇടയ്ക്ക് വെച്ച് കയറ് പൊട്ടും താഴെ വീഴും. ഇത് ശത്രു വിട്ടു വന്നിരിക്കുന്ന കയറുകളാണ്. ഇന്ന് നിങ്ങളുടെ കയ്യിൽ വിശുദ്ധ വേദപുസ്തകമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിൽ വായിക്കുക. ഈ ലോകത്തുള്ള പുസ്തകങ്ങൾ പലതും നല്ലതാ, പക്ഷേ ചിലതിലൊക്കെ ദൈവത്തിൻ്റെ ഡയറക്ഷൻ അല്ലാത്ത ഡയറക്ഷനുകളുണ്ട്. അതാദ്യം മനസ്സിലാക്കി ഈ പുസ്തകം വായിക്കാൻ പോയാൽ തെറ്റിപ്പോകും. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ദൈവാത്മാവിൽ തിരുവചനം വായിക്കുക. അതിനുശേഷം തിരുവചനത്തെക്കുറിച്ചുള്ള കമൻട്രികൾ നോക്കുക. കമൻട്രികളെ കുറ്റം പറയുകയല്ല. ആദ്യം കമൻട്രി വായിച്ചിട്ട് തിരുവചനം വായിക്കാൻ പോയാൽ പ്രിയരെ, ദൈവം കുഞ്ഞെ നിനക്ക് അതിൽ തരാൻ ആഗ്രഹിക്കുന്ന അർത്ഥം നിനക്ക് മനസ്സിലാകത്തില്ല. പകരം നിന്റെ അകത്ത് ആദ്യമേ ഇരിക്കുന്നത് ഈ ലോകത്തെ ആളിൽ എഴുതിയ കമൻട്രിയാണ്. അതിൽ ആത്മാവിൽ എഴുതിയതുമുണ്ട്, ആത്മാവിൽ എഴുതപ്പെടാത്തത് മാനുഷിക ചിന്തയിൽ എഴുതിയതുമുണ്ട്.
നാം മനസ്സിലാക്കേണ്ടത് ഈ നാളിൽ മാനുഷിക ചിന്തയിൽ എഴുതിയതെല്ലാം വൈക്കോല, അതെ, കത്തിപ്പോകും, അതെല്ലാം കത്തിപ്പോകും. എന്നാൽ ദൈവാത്മാവ് തരുന്നത് അത് റിയൽ ഗോൾഡാ. ആമേൻ. അത് തീരുടെ പോകുമ്പോൾ കൂടുതൽ തെളിഞ്ഞു വരത്തേ ഉള്ളൂ. Praise the Lord. അതുകൊണ്ട് വചനത്തിലോട്ട് നോക്കുക. ഇനി ആ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് ഞാൻ വരട്ടെ. ഇവിടെ പറഞ്ഞത് 3 പറ മാവ്, ഈ ആ 3 പറ മാവിനെയാണ് ദൈവരാജ്യത്തോടും മത്തായി സുവിശേഷം 13:33 ദൈവരാജ്യം പുളിപ്പിനോട് സദൃശ്യം, അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം മറച്ചു വെച്ചു, ഒളിച്ചു വെച്ചു എന്നുള്ളത് മനുഷ്യന്റെ അകത്ത് ദൈവരാജ്യം വളരുന്നത് ആദ്യം ആ 3 പറ മാവ് ആത്മാവ്, ദേഹി, ശരീരം എന്ന് ആണെന്ന് പറയുകയും ദൈവരാജ്യത്തിൻ്റെ ആ വളർച്ച ആരംഭിക്കുന്നത് രക്ഷിക്കപ്പെടുമ്പോൾ അവൻ്റെ ആത്മാവിൽ ദൈവരാജ്യം വളരുന്നുവെന്നും തുടർന്ന് ആ വ്യക്തി വചനമനുസരിച്ച് മനസ്സ് പുതുക്കി രൂപത്തിന് അന്തരം വരുത്തുമ്പോൾ അവൻ്റെ ദേഹി ദൈവരാജ്യത്താൽ നിറയുന്നുവെന്നും തുടർന്ന് കർത്താവ് യേശുവിൻ്റെ ദിവസം അവൻ ശരീരത്തിന് രൂപാന്തരം പ്രാപിക്കുകയും അവൻ്റെ ആത്മാവും ശരീരവും, ആത്മാവും ദേഹിയും ശരീരവും ഒരേപോലെ രൂപാന്തരം പ്രാപിച്ച് പൂർണ്ണമാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാനിടയായത്. ഇതിനാധാരമായി ദൈവവചനം പറയുന്നു, 2-3 പേരുടെ സാക്ഷ്യം വഴി ഏതൊരു കാര്യം ഉറപ്പാക്കാം, മറ്റേതെങ്കിലും വാക്യം ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പ്രിയ സഹോദരൻ ചോദിക്കുവാനായിട്ട് ഇടയായത്. പ്രിയരെ, ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നതുമായി ബന്ധത്തിൽ സ്വർഗത്തിലെ ദൈവം പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രവചന വാക്യവും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലുണ്ട്. ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുന്നത് നെബൂഖദ്നേസർ രാജാവ് അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. ഈ സമയത്ത് ദാനിയേലും കൂട്ടരും ബാബിലോൺ രാജ്യത്തിൻ്റെ അടിമകളായി പിടിക്കപ്പെട്ട് ബാബിലോൺ രാജ്യത്തിൽ കഴിയുകയാണ്. ഈ സമയത്ത് നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കാണുകയാണ്. സ്വപ്നം കണ്ട ഉടനെ ആ സ്വപ്നം അദ്ദേഹം മറന്നുപോയി. പക്ഷെ ആ സ്വപ്നത്തിൽ താൻ കണ്ട കാര്യം തന്നെ ഭയാകുലനാക്കി. പക്ഷെ താൻ സ്വപ്നം മറന്നുപോയി. നേരം വെളുത്തപ്പോൾ താൻ തൻ്റെ രാജ്യത്തിലെ സകല മന്ത്രവാദികളെയും വിദ്വാൻമാരെയും എല്ലാം വിളിച്ചു. അവരോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു, അതിനെ നിങ്ങൾ വിവരിക്കണം, അർത്ഥവും പറഞ്ഞു തരണം. അവർ പറഞ്ഞു, നീ സ്വപ്നം പറ, ഞങ്ങൾ അർത്ഥം പറയാം. രാജാവ് പറഞ്ഞു, കളി എന്നോട് വേണ്ട, സ്വപ്നം നിങ്ങളെ അറിയിക്കുവാൻ ഇടയായാലേ നിങ്ങൾ പറയുന്ന അർത്ഥം ശരിയാണെന്ന് എനിക്ക് മനസ്സിലാകത്തുള്ളൂ. മറ്റൊരു കാര്യം പറഞ്ഞാൽ രാജാവ് സ്വപ്നം മറന്നും പോയി. എല്ലാം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അവസാനം ഈ മന്ത്രവാദികൾ പറഞ്ഞു, നീ സ്വപ്നം പറയാതെ ഇത് പറയാൻ ഒരു മനുഷ്യനെ കൊണ്ടും പറ്റത്തില്ല. തുടർന്ന് രാജാവ് ഇവരെല്ലാം കൊല്ലുവാൻ, നശിപ്പിച്ച് കളയുവാൻ, എല്ലാ വിദ്വാൻമാരെയും മന്ത്രവാദികളെ നശിപ്പിച്ച് കളയുവാനുള്ള കൽപ്പന കൊടുത്തു. ഈ കൽപ്പന കേട്ട് ദാനിയേലിനെയും കൂട്ടരെയും കൊല്ലുവാനോ ആളുകളെത്തി. ഇത് കേട്ടപ്പോൾ ദാനിയേൽ ചോദിച്ചു, എന്താ രാജാവ് ഇത്രമാത്രം കോപിക്കാനുള്ള കാര്യം? അപ്പോൾ കാര്യം അറിയിച്ചപ്പോൾ ദാനിയേൽ രാജാവിൻ്റെ അടുക്കൽ ഇങ്ങനെ അറിയിക്കുവാനിടയായി, ഞങ്ങൾക്ക് അല്പസമയം തരണം, രാജാവ് കണ്ട സ്വപ്നം അറിയിക്കാം. തുടർന്ന് ഇവർ കടന്നു വന്ന് ദാനിയേൽ തൻ്റെ സ്നേഹിതരുമായി മുട്ടുമടക്കി. പ്രൈസ് ഗോഡ്. ഒരു പ്രശ്നത്തിന് കുഞ്ഞെ നിനക്ക് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ നിനക്ക് ഉത്തരം കിട്ടും. നീ ഒന്നൊന്ന് മുട്ടുമടക്കിയ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ മുമ്പാകെ. അവർ മുട്ടുമടക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ദർശനത്തിൽ, സ്വപ്നത്തിൽ ദാനിയേലിന് നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നം വെളിപ്പെടുത്തി കൊടുത്തു. തുടർന്ന് സന്തോഷത്തോടെ അവർ ദാനിയേൽ രാജാവിൻ്റെ അടുക്കൽ കടന്നു വരികയും രാജാവിനോട് പറഞ്ഞു, സ്വപ്നം ഞങ്ങൾ അറിയിക്കാം എന്ന് പറഞ്ഞ് ദാനിയേൽ അവിടെ കടന്നു വന്നു. അവിടെ ദാനിയേൽ പറയാനിടയായി, എനിക്ക് പ്രത്യേക വല്ല കഴിവുണ്ടായിട്ടല്ല, പക്ഷെ സ്വർഗത്തിലെ ദൈവം എനിക്കത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു.
ആ ദൈവത്തെ അവിടെ ഉയർത്തിക്കൊണ്ട് ദാനിയേൽ രാജാവ് കണ്ട സ്വപ്നത്തെ അറിയിക്കുകയാണ്. ആ സ്വപ്നത്തെ അറിയിക്കുമ്പോൾ രാജാവിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് അത് ക്ലിക്ക് ചെയ്തു, താൻ കണ്ട സ്വപ്നം ഇതാണല്ലോ. അതെ. ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു. ഒരു അതിഭയങ്കരമായൊരു മാനുഷിക രൂപം. ആ മാനുഷിക രൂപത്തിൻ്റെ തല സ്വർണം കൊണ്ടുള്ളത്, എൻ്റെ തോളും നെഞ്ചും വെള്ളി കൊണ്ടുള്ളത്, അരഭാഗം താമ്രം കൊണ്ടുള്ളത്, തൊടഭാഗം ഇരുമ്പ് കൊണ്ടുള്ളത്. എന്നാൽ അതിന് താഴേക്ക് വരുമ്പോൾ ഇരുമ്പും കളിമണ്ണും കൂടി മിക്സായി ആ പാദത്തിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. തുടർന്ന് നിലം തൊടാതെ ഒരു കല്ല് സ്വർഗത്തിൽ നിന്ന് വരികയും ആ കളിമണ്ണും ഇരുമ്പും ചേർന്ന ആ പാദത്തുമേൽ ആഞ്ഞ് ഇട്ടിക്കുകയും ആ ബിംബം താറുമാറായി പൊടി പോലെയായി കാറ്റതിനെ പറത്തിക്കളഞ്ഞു. കാണാത്ത രീതിയിൽ പറത്തിക്കളഞ്ഞു. ഇനിയാണ് അത്ഭുതം. ആ കടന്നു വന്ന കല്ല് 3 സ്റ്റേജിൽ വളരുകയാണ്. ഈ പുളിപ്പ് 3 സ്റ്റേജിൽ വളരുന്നത് പോലെ ആ കടന്നു വന്ന കല്ല് 3 സ്റ്റേജുകളിൽ വളരുകയാണ്. ആ കടന്നു വന്ന കല്ല യേശുക്രിസ്തു. യേശുക്രിസ്തു കടന്നു വന്നത് സ്വർഗരാജ്യവും കൊണ്ടാണ്. ആ കല്ല്, ആ സ്വർഗരാജ്യം വളർന്ന് ഒരു പർവ്വതമാവുകയാണ് ആദ്യം. വീണ്ടും അത് വളർന്ന് ഈ ഭൂമി മുഴുവൻ നിറയുകയാണ്. അപ്പോൾ ആ 3 പറമാവിൽ പുളിപ്പ് വ്യാപരിക്കുന്നത് പോലെ ആദ്യ ആ പുളിപ്പ് 1-ാം പറമാവിൽ, രണ്ടാമത് ആ പുളിപ്പ് 2-ാം പറമാവിൽ, മൂന്നാമത് ആ പുളിപ്പ് 3-ാം പറമാവിൽ വ്യാപരിച്ചതുപോലെ ആദ്യം ഒരു കല്ല്, രണ്ടാമത് കല്ല് വളർന്ന ഒരു പർവ്വതം, മൂന്നാമത് പർവ്വതം വളർന്ന് ഭൂമി മുഴുവൻ നിറയുന്നു. ആമേൻ. ഇതിലെ അർത്ഥം അവിടെ ദാനിയേൽ വിവരിക്കുമ്പോൾ നമുക്ക് ഈ കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. ആ ഭാഗം നമുക്ക് വായിക്കാം. അതിൻ്റെ വിവർത്തനം നമുക്ക് അടുത്ത എപ്പിസോഡുകളിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. ആ ഭാഗം നമുക്ക് വായിക്കാം. കടന്നു വന്നാട്ടെ. ദാനിയേൽ ആദ്യം മത്തായിയുടെ സുവിശേഷം 13:33. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 33-ാം വാക്യം. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവ് മുഴുവനും പുളിച്ചു വരുവോളം അടക്കി ചേർത്ത് വെച്ചു. ശ്രദ്ധിച്ച്, 3 പറ മാവ് മുഴുവനും പുളിച്ചു വരുവോളം അടക്കി ചേർത്ത് വെച്ചു. നാം കേട്ടു, ഇത് മനുഷ്യന്റെ സ്പിരിറ്റ്, സോൾ, ബോഡിയാണ്. അല്ലെങ്കിൽ ആത്മാവ്, ദേഹി, ശരീരമാണ്. ഇത് മുഴുവൻ ദൈവരാജ്യത്താൽ നിറയണം. ഇതാ ദൈവത്തിന്റെ ആഗ്രഹം. ക്രിസ്തുവിന്റെ ദിവസം നിങ്ങളുടെ ആത്മാവും മനസ്സും ശരീരവും അനന്യമായി വെളിപ്പെടുമെന്ന് കാക്കപ്പെടുമാറാകണം. ഇനി ഇതിനോട് ചേർന്നുള്ള പഴയ നിയമ പ്രോഫസിയാണ് നെബൂഖദ്നേസർ രാജാവ് കണ്ട ആ സ്വപ്നം ദാനിയേൽ വിവരിക്കുന്ന രംഗമാണ് ഇനി അടുത്ത് നമ്മൾ വായിക്കാൻ പോകുന്നത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 31 മുതലുള്ള വാക്യങ്ങളാണ് നാം വായിക്കാൻ പോകുന്നത്. നിങ്ങൾ വേദപുസ്തകം എടുക്കണം. ഞങ്ങൾ പറയുന്നത് അങ്ങനെ തന്നെയോ എന്ന് നിങ്ങളുടെ വേദപുസ്തകം പരിശോധിക്കണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 31-ാം വാക്യം. രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം. ഞാൻ പറഞ്ഞല്ലോ, രാജാവ് ഒരു ദർശനം കണ്ടു. അതിനെ വിവരിക്കുവാനായിട്ട് ആ ലോകത്തിലെ ആ നാട്ടിലെ മന്ത്രവാദികൾക്കോ വിദ്വാൻമാർക്കോ കഴിയില്ല. ഇപ്പോഴാണ് ദാനിയേൽ രംഗത്ത് വരുന്നത്. ദാനിയേൽ ആ രംഗം വിവരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ വായിച്ചു കേൾക്കുന്നത്. ബിംബം വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽപകുതി ഇരുമ്പ് കൊണ്ടും പകുതി കളിമണ്ണ് കൊണ്ടും ആയിരുന്നു.
തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്നു ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ചു തകർത്ത് കളഞ്ഞു. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് അടിച്ച് ആ ബിംബത്തെ തകർത്തു. താഴേക്ക് വായിച്ചാട്ടെ. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും ആ പൊന്നും ഒരുപോലെ തകർന്നു. എല്ലാം ഒരേപോലെ, ആ കല്ല് വന്ന് ഇടിച്ചതോടുകൂടെ എല്ലാം ഒരേപോലെ തകർന്നു. താഴേക്ക്. വേനൽക്കാലത്തെ കളത്തിലെ പതിർ പോലെ ആ ആയിത്തീർന്നു. ഒരിടത്തും തങ്ങാത്ത വിധം കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ഒരിടത്തും തങ്ങാത്ത വിധം കാറ്റവയെ പറപ്പിച്ചുകൊണ്ട് പോയി. താഴേക്ക്. ബിംബത്തെ അടിച്ച കല്ല്, ഇനി ഇതാണ് നമ്മുടെ പോയിന്റ്. ബിംബത്തെ